ആലപ്പുഴ കളർക്കോട് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു MBBS വിദ്യാർത്ഥി കൂടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എടത്വ സ്വദേശി ആൽവിനാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 6 ആയി. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബിനിൽ, തീർത്തും വേദനിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യനിലയിൽ ഭേദമുണ്ടാകും, മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് അന്ത്യം സംഭവിച്ചെന്നുള്ള വാർത്ത വരുന്നത്. പറയൂ. അക്ഷയ, വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. കളർകോട് വാഹനാപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചിരിക്കുന്നു. അല്പം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് എടത്വ സ്വദേശി ആൽബിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വിദഗ്ധ ചികിത്സയ്ക്കായാണ് ആൽബിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു, തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. വൈകിട്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ആരോഗ്യനില തീർത്തും മോശമായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കുമൊക്കെ തന്നെ സാരമായ പരിക്കേറ്റിരുന്നു. അതാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം നേരത്തെ നമുക്ക് 5 മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് കളർകോട് വാഹനാപകടത്തിൽ നഷ്ടമായത്. 11 പേരാണ് ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത്. അതിൽ 6ാമത്തെ ആൾ കൂടി ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക.